കേരള ബ്ലാസ്റ്റേഴ്സും കാലിക്കറ്റ് എഫ്സിയും തമ്മിൽ മത്സരമോ? ഗോകുലം കേരളയും ഫോർസ കൊച്ചിയും തമ്മിൽ മത്സരമോ? കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരളയും തമ്മിലുള്ള മത്സരം കൊച്ചിയിലോ? ഹായ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെറും എന്റെ ഒരു ആഗ്രഹം മാത്രമാണ്. ഇങ്ങനെ മത്സരങ്ങളൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുമില്ല, ഇങ്ങനെയുള്ള മത്സരങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടുമില്ല. പിന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയ രണ്ട് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ഒന്ന് ISL കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ്, മറ്റൊന്ന് ഐ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗോകുലം കേരള FC. ഈ രണ്ട് ടീമുകളാണ് ഇപ്പോൾ നമുക്ക് മേജറായിട്ട് നമ്മൾ, അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് ഡിവിഷൻ ആൻഡ് സെക്കൻഡ് ഡിവിഷൻ ടീം ലീഗുകളിൽ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമുക്കറിയാം SLK, ഈ പറയുന്ന ISL-നെയും അതേപോലെ തന്നെ ഐ ലീഗിനെയും ഒക്കെ കിടപിടിക്കാൻ പാകത്തിനുള്ള ഒരു ലെവലിലുള്ള ഒരു ലീഗായിട്ടാണ് SLK എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. അപ്പൊ ടീമുകളുടെ കേസ് എടുത്താൽ പോലും ഈ പറയുന്ന നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമായിട്ടും അതേപോലെ ഗോകുലത്തിന്റെ ടീമായിട്ടും ഒക്കെ എന്താ പറയാ, ഒന്ന് ഉരಸಿ നിൽക്കാൻ പാകത്തിനുള്ള ടീമാണ് SLK-യിലെ ഓരോ ടീമുകളും എന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മൾ മത്സരങ്ങളൊക്കെ കാണുന്നുണ്ട്. പെർഫോമൻസ് ബേസ് ആണെങ്കിലും ക്വാളിറ്റി ബേസ് ആണെങ്കിലും ഒക്കെ ISL-നെയും ഐ ലീഗിനെയും ഒക്കെ കിടപിടിക്കാൻ പാകത്തിന് തന്നെയാണ് SLK പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ജസ്റ്റ് നമ്മുടെ കേരളത്തിന്റെ ടീമുകളെ അണിനിരത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ EFL കപ്പ് ഒക്കെ നടക്കുന്നത് പോലെ അവിടെ കണ്ടില്ല, സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷനിലൊക്കെ ഉള്ളവരും അതേപോലെ ഫസ്റ്റ് ഡിവിഷനിലുള്ള ടീമും എല്ലാം തമ്മിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഒരു ടൂർണമെന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ SLK-യിലുള്ള 6 ടീമുകൾ, അതേപോലെ അതിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെയും അതേപോലെ ഗോകുലം കേരളയും കൂടി ഉൾപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ക്ലബ്ബുകളുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ക്ലബിനെ കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ചാൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇപ്പം ISL-ന്റെയും ഐ ലീഗിന്റെയും ഒക്കെ ഇടയിൽ പാരലായിട്ട് തന്നെ ഹോം ആൻഡ് അവേ മത്സരങ്ങളൊക്കെ ആയിട്ട് കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചാൽ അത് കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചറിന് തന്നെ ഭയങ്കര അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം SLK-യുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫാൻസ് ബേസുകളൊക്കെ ഓരോ ടീമിന്റേതും ഭയങ്കര അടിപൊളിയാണ്. ഏറെക്കുറെ മഞ്ഞപ്പട എന്ന രീതിക്ക് തന്നെ അവര് ഫാൻസ് ടീമുകളെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല വീഡിയോസ് കാണുന്നുണ്ട്, ഡ്രമ്മിങ്ങും ചാൻഡിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവർ ആഘോഷിക്കുന്നുണ്ട്. ഭയങ്കര ആ ഒരു ഫുട്ബോൾ കൾച്ചർ SLK-യിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ഫാൻസും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തമ്മിൽ നമുക്കൊന്ന് കൊളാബ് ചെയ്യാൻ പറ്റും, തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റും. കേരളത്തിന്റെ ഫുട്ബോൾ കൾച്ചർ, ഫുട്ബോൾ ഫേസ് മൊത്തത്തിൽ മാറാൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയായിരിക്കും ഇത്. ഇപ്പോൾ കൊച്ചിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ SLK-യിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പല ക്ലബ്ബുകളും എത്തുന്നു. അതേപോലെ ഗോകുലം കേരള ഇതുവരെ മഞ്ഞപ്പടയുടെ മുന്നിൽ നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഭയങ്കര നമ്മൾ കേരള ഡെർബി ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ അതിന് എല്ലാവരും കൂടി ശ്രമിച്ചാൽ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എല്ലാ ആക്ടർമാരും അതേപോലെ പല മേഖലയിലുള്ള ആളുകളും ഒക്കെ SLK-യുടെ പിറകെ ഇറങ്ങിയിട്ടുണ്ട്, ഫുട്ബോളിനെ വളർത്താനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് വളരെ മികച്ച ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കേരള ഫുട്ബോളിനാണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിനാണെങ്കിലും ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു മനസ്സിനെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൂടി നമ്മൾ പ്ലാൻ ചെയ്താൽ അടിപൊളിയായിരിക്കും. താങ്ക് യു.